ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. സാമൂതിരി രാജവംശത്തിന്റെ പൈതൃകമുള്ള പരുതൂരിലെ കുളം നവീകരിക്കാൻ പദ്ധതി. പട്ടാമ്പി പരുതൂർ കൊടിക്കുന്ന് കുളമാണ് പൈതൃകം സംരക്ഷിച്ച് നവീകരിക്കുന്നത്. ഇതിനായി 75 ലക്ഷം രൂപ അനുവദിച്ചു. കൊടിക്കുന്ന് സെൻട്രൽ റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന കുളം നിലവിൽ അരികിടിഞ്ഞും പുല്ലും പായലും നിറഞ്ഞും ശോചനീയ അവസ്ഥയിലാണ്. കോഴിക്കോട് സാമൂതിരി രാജവംശത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പട്ടാമ്പി പരുതൂരിലെ കൊടിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിന്റെ കുളമാണ് പൈതൃകം നിലനിർത്തി നവീകരിക്കാൻ പദ്ധതി തയ്യാറാക്കിയത്. ഈ സാഹചര്യത്തിലാണ് മന്ത്രി എം. രാജേഷ് നടപ്പിലാക്കുന്ന സുസ്ഥിര ത്രിതല പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളം നവീകരിക്കുന്നത്. നമ്മുടെ കൊടിക്കുന്ന് ക്ഷേത്രക്കുളത്തിന്റെ നവീകരണത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ്. ഈ ക്ഷേത്രക്കുളത്തിന്റെ നവീകരണം നേരത്തെ മുതലുള്ള ഒരു ആവശ്യമാണ്. നമ്മൾ 2 വലിയ കുളങ്ങൾ തൃത്താല മണ്ഡലത്തിൽ മനോഹരമായിട്ട് ചെയ്തു. അതിലൊന്ന് നാഗലശ്ശേരിയിലെ മാങ്ങാട്ടുകുളമാണ്. അതിന്റെ വീഡിയോ കേരളം മുഴുവൻ വൈറലായി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടെ ആളുകൾ കുളിക്കാനും നീന്തി കളിക്കാനും ഒക്കെ വരുന്ന സ്ഥിതിയായി. 1 കോടി രൂപ ചെലവിലാണ് മാങ്ങാട്ടുകുളം പുനർനിർമ്മിച്ചത്. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അവിടെ ചെല്ലുമ്പോൾ മാങ്ങാട്ടുകുളം എന്ന് പറഞ്ഞാൽ കുളം അധികം ബാക്കി ഉണ്ടായിരുന്നില്ല. കുളാവുക എന്ന് പറയില്ലേ, കുളമായിരുന്നു. അപ്പൊ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു ഇതൊന്ന് നന്നാക്കി തരാൻ പറ്റുമെന്ന് ചെയ്യാം എന്ന് പറഞ്ഞു കൊടുത്ത വാക്കാണ്. ആ വാക്കാണ് പാലിച്ച് അത് മനോഹരമായ ഒരു കുളമായിട്ട് മാറി. കുളമായിട്ട് മാറി. അപ്പോ ആളുകൾ കേരളത്തിന്റെ അതിന്റെ വീഡിയോ ഭയങ്കര വൈറലായി. കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ഒഴുകാൻ തുടങ്ങി. അപ്പൊ അവസാനം നാട്ടുകാരെല്ലാം കൂടി അവിടെ രാത്രി ലൈറ്റ്, കാരണം പാതിരയ്ക്കും അത് വരും, സോളാർ ഉപയോഗിച്ചുകൊണ്ട് ലൈറ്റ് സ്ഥാപിച്ചു അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി. CCTV വെക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത്ര വലിയ കൗതുകം ഉണ്ടാക്കാൻ പറ്റി. അത് വന്നതോടുകൂടി എല്ലായിടത്തുനിന്നും സമ്മർദ്ദമായി ഞങ്ങൾക്കും മാങ്ങാട്ടുകുളം പോലെ വേണം എന്ന്. കപ്പൂരിലെ ചിറക്കുളം 85 ലക്ഷം രൂപയുടേതാണ്. പണി കഴിഞ്ഞു, അടുത്ത ആഴ്ച ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. പിന്നെ അനുവദിച്ച വലിയ ഒരു കുളം കൊടിക്കുന്ന് ക്ഷേത്രക്കുളമാണ്. 75 ലക്ഷം രൂപയാണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. ഇപ്പൊ പണി തുടങ്ങും. ഈ വേനൽക്കാലത്ത് പണി പൂർത്തിയാണ്. അടുത്ത മഴക്കാലത്തിന് മുമ്പ് ഇവിടെ കണ്ട ചിത്രം ഉണ്ടല്ലോ, ഡോക്ടർ ഷാജു ജമാലുദ്ദീനാണ് അതിന്റെ രൂപകൽപ്പന നിർവഹിച്ചത്. ആ ചിത്രത്തിൽ കാണുന്ന മാങ്ങാട്ടുകുളത്തേക്കാൾ മനോഹരമായിട്ടുള്ള കുളമാക്കിയിട്ട് കൊടിക്കുന്ന് ക്ഷേത്രക്കുളത്തെ മാറ്റി. കാരണം ഇതിനൊരു പ്രത്യേകത, ഇത് ക്ഷേത്രക്കുളവും പൈതൃക കുളവുമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അതുകൂടി കണക്കെടുത്താണ് രൂപകൽപ്പനയൊക്കെ നിർവഹിച്ചിട്ടുള്ളത്. 75 ലക്ഷം രൂപയാണ് കൊടിക്കുന്ന് ക്ഷേത്രക്കുളം നവീകരണത്തിനായി ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. ഈ വേനൽക്കാലത്ത് തന്നെ നിർമ്മാണം പൂർത്തിയാകും. ഒരു പൈതൃക കുളം കൂടിയാണ് കൊടിക്കുന്ന് ക്ഷേത്രക്കുളം. അതുകൂടി കണക്കിലെടുത്താണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മാങ്ങാട്ടുകുളം, പ്ലാക്കാട്ടുകുളം എന്നിവയ്ക്ക് പുറമെ ചെറിയ കുളങ്ങളും മണ്ഡലത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്. കൊടിക്കുന്ന് വായനശാലാങ്കണത്തിൽ നടന്ന പരിപാടിയിൽ മരുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് KC അലി ഇക്ബാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം M ശങ്കരൻകുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PP സുവർണ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.